ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഞ്ചാബി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് മിസ്സി റോട്ടിയും പിന്നെ എന്നൊരു റൈത്തയും അതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാൻ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഏത് കട്ടോരിയും കൊണ്ടാണ് ഞാൻ അളന്ന് കടലമാവ് എടുക്കുന്നത് വെച്ചാൽ ആ കട്ടോരി വേണം. 3 കട്ടോരി നമുക്ക് ഗോതമ്പൊടി വേണം, 2 കട്ടോരി നമുക്കാണെങ്കിൽ കടലമാവ് വേണം. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മുഴുവൻ മല്ലി ഇല്ലയോ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മാതള നാരങ്ങയുടെ അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ ഉള്ളി എത്ര അധികം ഇടാൻ പറ്റുന്നോ അത്ര അധികം ഇടുക. ചെറുതായിട്ട് കുഞ്ഞായിട്ട് പൊടിയായി അരിഞ്ഞിടണേ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 2 സവാള ഞാൻ പൊടിയായി അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8 പച്ചമുളക് ചെറുതായി നല്ല സ്പൈസി ആയിട്ട് എരിവുള്ള പച്ചമുളക് കേട്ടോ അത് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ മെൽറ്റ് ചെയ്ത് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടും തിരികെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം സവാളയൊന്നും മല്ലിയിലയൊക്കെ ഇട്ടിട്ടില്ലേ നമ്മൾ അതിന് എത്ര വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വെച്ചാൽ അത്രയും കൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമുക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആക്കേണ്ട, ചപ്പാത്തിയുടെ അത്രയും ഒരു മീഡിയം സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് ആക്കി കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ഇത്രയും പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുറേശ്ശെ എടുത്ത് ഒഴിക്കണേ. ഒത്തിരി വെള്ളം എടുത്ത് ഒഴിച്ച് ലൂസാക്കി കളയുകയും ചെയ്യല്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു 15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ മാറ്റിയൊന്ന് അതിന് ശേഷം വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ മിസ്സി റൊട്ടി. അപ്പോൾ അതുവരത്തേക്കും ഞാനൊരു അടിപൊളി റായത്ത അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കണ്ടാലോ. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. പുളിയില്ലാത്ത തൈര് വേണേ എടുക്കാൻ. 1 കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വിസ്കും കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് സ്മൂത്തായി വരുന്ന തൈരൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം. ഇനി ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സവാള ചെറുതായി അരിഞ്ഞ് ഒരു 1/2 സവാള മതി കേട്ടോ അരിഞ്ഞതും. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് അധികം വേണമെന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കണേ. ഞാൻ പച്ചമുളക് ഇടുന്നില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഉപ്പില്ലാതെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വെക്കുവാണെങ്കിൽ ക്യാരറ്റിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ അങ്ങ് ഒത്തിരി ലൂസായി പോകും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ആൾക്ക് വേണ്ടിയുള്ളത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വീട്ടിലേക്ക് വേണ്ടിയുള്ളതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മിസ്സി റൊട്ടി റെഡിയാക്കിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്ന റോളിനെക്കാട്ടും ഒരു ഇച്ചിരി കൂടെ വലുപ്പത്തിലുള്ള റോൾ വേണേ എടുക്കാനായിട്ട്. അപ്പോൾ ഇതണക്ക് റോൾ എടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി ആട്ടയ്ക്കകത്തൊന്ന് മുക്കി ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി കനം കുറച്ച് ചപ്പാത്തിക്ക് പരത്തുകൊണ്ട് ആക്കണ്ട, ഒരു മീഡിയം തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരു സൈഡിൽ നമുക്ക് ആ നേരം കൊണ്ട് തവയൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് വെക്കണേ. എന്നിട്ട് വേണം നമ്മൾ അതിനകത്തോട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്ര പരത്തി എടുത്തിട്ടുണ്ട്. ഇച്ചിരി മീഡിയം തിക്നെസ്സിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ തവയുടെ മേളിൽ 1 ടീസ്പൂൺ നമുക്ക് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ മിസ്സി റൊട്ടി നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് നെയ്യൊക്കെ ഒന്ന് പുരട്ടിയ നെയ്യോ എണ്ണ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പുരട്ടുക. പക്ഷേ പഞ്ചാബികൾ ശരിക്കും ഈ മിസ്സി റൊട്ടി ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എണ്ണ ഒഴിച്ചുണ്ടാക്കാം കേട്ടോ. ഞാൻ നെയ്യ് ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതാണ് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറായി വരുന്നവർ നമുക്ക് 2 സൈഡിൽ നിന്ന് ആയി വരുന്നവർ വെന്ത് വരുന്നവർ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ തിരിച്ചും മറിച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമുക്ക് ഏതെങ്കിലും ഒരു വയർ റാപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നമ്മളെല്ലാം കൂടെ കാസറോളിനകത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ മോയ്സ്ചറൊക്കെ ഇറങ്ങി ഭയങ്കര ലൂസായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് നന്നായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം വെള്ളം വരാതെ ഈർപ്പം തട്ടാതെ ഇങ്ങനെ നന്നായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ മിസ്സി റൊട്ടിയും റായത്തയും റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.